നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കൂടുതൽ പേരും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിരിക്കാം. കൂടുതൽ പേരും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാവാനാണ് ഒരു സാധ്യത കാണുന്നത്. നിങ്ങൾ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിങ്ങളെ ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ നിന്നിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറേയധികമായിട്ട് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇനി ഇത് വേണോ എന്നുള്ള രീതിയിൽ പോലും ചിന്തിച്ച് മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും പിന്നെയും പിന്നെയും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പിണക്കം വന്നു, പിന്നെയും മിണ്ടുന്നു, വീണ്ടും പിണങ്ങുന്നു അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കൂടിയും വീണ്ടും മിണ്ടി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പിണങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും മനസ്സിലിപ്പോൾ തോന്നുകയാണ് ഇനിയിപ്പോൾ ഇല്ല, ഇനി മിണ്ടാൻ ചെല്ലില്ല എന്നൊക്കെ തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിലുള്ള കാര്യമൊക്കെ നിങ്ങൾ മറന്നു പോകുന്നു. വീണ്ടും ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് തോന്നുകയാണ്. വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവാനും വീണ്ടും ഇതുപോലെ തന്നെ സ്ട്രെങ്തോടു കൂടി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു കിഡ്സ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ളവരാണ്. കൂടുതൽ പേരും ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ളവരാണ്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അങ്ങനെയുള്ളതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് നിങ്ങളെ വിട്ടുപോകാൻ നോക്കിയിട്ട് പോലും വീണ്ടും വീണ്ടും കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നതും മനസ്സുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകാൻ സാധിക്കാതെ വരുന്നതും അതുകൊണ്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പോലും നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവാനും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാണ്ട് തന്നെ അതൊക്കെ പോട്ടെ, നടന്നു എന്നുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒന്നിച്ച് പോകണം എന്നൊരു ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ ക്രൈങ് ആൻഡ് ഡിപ്രഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് തവണ ഈ ഒരു വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ അവർ പറഞ്ഞ വാക്കുകൾ കൊണ്ടായിക്കോട്ടെ, അവരുടെ ബിഹേവിയർ ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പോലും ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതൊക്കെ തന്നെ അവർ ചെയ്ത എന്ത് കാര്യമാണെങ്കിലും, ഒരു വലിയ കാര്യമായിക്കോട്ടെ, ചെറിയ കാര്യമായിക്കോട്ടെ, മിസ്റ്റേക്ക് ആയിക്കോട്ടെ, ചെറിയ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, വലിയ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് ഒരു നിമിഷം കൊണ്ടൊക്കെ മറന്നു പോകാനുള്ള അത്തരമൊരു, അതായത് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് വലിയ തെറ്റാണെങ്കിലും അപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിലും പിന്നീട് അതുപോലെ മറന്നുകൊണ്ട് തന്നെ വീണ്ടും ഇവരോടൊരു കണക്ഷൻ തോന്നുന്നു, ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഡെപ്തിനെ സൂചിപ്പിക്കുന്നതാണ്. അത്രയധികം ആഴത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അത്രയധികം സോൾമേറ്റ് കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. രണ്ടു പേർക്കും ഒരേ ആഴത്തിൽ അവരുടെ അവരുടെ മനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലായിക്കോട്ടെ, വളരെ ഡെപ്തോടു കൂടി ഉള്ളൊരു സ്നേഹമാണിത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ഒരു പിണക്കാണെങ്കിലും അവർ നിങ്ങളോട് എന്ത് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ അതൊക്കെ മറന്നുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ഒരുപാട് ആഴത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സമയത്താണെങ്കിലും അവരും വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവാനും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മറന്നു പോകണം, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഓർക്കാണ്ട് തന്നെ ഇനി വീണ്ടും റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് അവരിപ്പോൾ ആലോചിക്കുന്നത് പോലും എന്നുള്ളതാണ്. നിങ്ങളായിക്കോട്ടെ അവരായിക്കോട്ടെ ഒരുപാട് ഭയങ്കരമായിട്ട് ഒരു വിഷമം നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആണ്, നിങ്ങൾ കരയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പുറമേ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലായിക്കോട്ടെ ഒരു സെപ്പറേഷൻ വന്നത്, അതൊക്കെ തന്നെ എന്ത് റീസൺ ആണെന്ന് പോലും നിങ്ങൾ ഒരു ഗൗരവത്തിലെടുക്കാണ്ട് തന്നെ വീണ്ടും അവരോട് ഒന്ന് സംസാരിക്കണം, അറ്റ്ലീസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റിൽ വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രണയത്തെ അവരും ഭയങ്കര അമൂല്യമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കാരണം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ അവരുടെ ഒരു വെൽവിഷറായിട്ടൊക്കെ പലപ്പോഴും നിന്നിട്ടുണ്ട്. സോ അതൊക്കെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഇവിടെ സെൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി ആയിക്കോട്ടെ ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
ഏത് രീതിയിലൂടെയാണ് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അതൊക്കെ തന്നെ അവരിപ്പോൾ നോക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് പേര് ചിലപ്പോൾ സ്പിരിച്വൽ വേയിലൂടെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടാവാം. അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ജെനുവിൻ ആണെന്നും ഭയങ്കരമായിട്ട് ഒരു ഒരു കളങ്കമില്ലാത്തൊരു പ്രണയമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നീതി തരണം, ഒരു ജസ്റ്റിസ് തരണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും. എന്ത് തന്നെയാണെങ്കിലും ഈ റീഡിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റീഡിംഗ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേരും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഇണങ്ങുന്നു, പിണങ്ങുന്നു, ഇണങ്ങുന്നു, പിണങ്ങുന്നു, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെയായിട്ടും ഒരുപാട് തവണ സെപ്പറേഷൻ വന്ന് അല്ലെങ്കിൽ ഒരുപാട് തവണ പിണക്കങ്ങളും ഇണക്കങ്ങളും അങ്ങനെ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് കൂടുതൽ പേർക്കും. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ കുറച്ച് നീണ്ടു പോയിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി ഒരു റിയൂണിയൻ പോസിബിൾ ആകുമോ? മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ ഉണ്ടാവും എന്ന് തന്നെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. സോ ആ ഒരു സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇനി ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവുമോ? എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനി ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓർത്ത് വെച്ച് വീണ്ടും ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് അവർക്കും ഒരു പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നിവിടെ കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്, ഐ കാൻ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു എന്നുള്ളൊരു മെസ്സേജാണ്. അവരുടെ ലൈഫിൽ നിങ്ങളില്ലാത്ത ഒരു ലൈഫിനെ കുറിച്ചിട്ട് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അത്രയധികമായിട്ട് നിങ്ങളില്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ അവർ അത്രയധികമായിട്ട് ഭയങ്കര വിഷമമാണ് അവർക്ക്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്, ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു എന്നുള്ളതാണ്. നിങ്ങളോട് അവർക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഒരു സമയത്ത് ഒരുപാട് അധികമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ്. ഓക്കെ, മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ളത് എന്നൊരു കാര്യമാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. ഓക്കെ, ഐ കാൺ ലീവ് വിത്തൗട്ട് യു എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ്. നിങ്ങളില്ലാത്തൊരു മൊമെൻറ്റ് അവർക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു മൊമെൻറ്റിനെ കുറിച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യമാണ്. അത് തന്നെയാണ് മുൻപും കിട്ടിയിട്ടുള്ളൊരു മെസ്സേജും അങ്ങനെ തന്നെ അതേ ഒരു സെയിം മീനിങ് വരുന്നൊരു മെസ്സേജ് ആയിരുന്നു. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ്, നോ വൺ ക്യാൻ റീപ്ലേസ് യു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് പകരമാക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്നൊരു കാര്യമാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ്. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഐ റിയലി ലവ് യുവർ വോയിസ് എന്നുള്ളതാണ്. ഐ റിയലി ലവ് യുവർ വോയിസ് എന്നുള്ളതാണ്. നിങ്ങളുടെ വോയിസ് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മേ ബി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വോയിസ് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ മേ ബി ഒരു വോയിസ് മെസ്സേജസ് ഒക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു.